ഒരു സൗഹൃദങ്ങളിലൊന്ന് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ, ഞങ്ങളുടെ ഒക്കെ ഗുരുതുല്യൻ ശ്രീ ആർ എസ് ബാബു സാറിനെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഒരു സംഘം ആൾക്കാർ നടക്കുന്നുണ്ട്. അതിൻ്റെ നേതാവാണ് അദ്ദേഹം. ഇവിടെ ജോജിയും പ്രശാന്തും അതുപോലെ സുനിലും ഒക്കെ ഉണ്ട്. രവീന്ദ്രൻ നായർ ഇടയ്ക്ക് നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നടപ്പ് ഇടയ്ക്ക് ദുർനടപ്പാവുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ നേതാവാണ് ശ്രീ ആർ എസ് ബാബു. പ്രിയപ്പെട്ടവരെ, ശ്രീകണ്ഠൻ നായരെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ വരവേൽപ്പിൽ ഞാനും പങ്കാളിയാകുന്നു. ശ്രീകണ്ഠൻ നായർ ഞങ്ങൾ ഇപ്പോൾ 40 വർഷം മാധ്യമജീവിതത്തിന് കഴിയുന്നു. അപ്പോൾ ഈ വേളയിൽ 40 വർഷത്തിന് മുമ്പ് മുതൽ തുടങ്ങിയ ഒരു യാത്രയിലെ പ്രതിനിധിയാണ് ഞാൻ. ശ്രീകണ്ഠൻ നായരെ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പറയാറുള്ളൊരു കാര്യം, പാവങ്ങളുടെ മമ്മൂട്ടി എന്നാണ് പറയാറുള്ളത്. ഈ പാവങ്ങളുടെ മമ്മൂട്ടി മാധ്യമ ലോകത്തിന് ചരിത്രത്തിൽ ഇടം നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നടത്തുന്ന ഈ സൗദ്ദേശപ്രേരിതമായിട്ടുള്ള യാത്രയ്ക്ക് കൂടെ നിൽക്കാൻ കേരള മീഡിയ അക്കാദമി ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒരു കാര്യം മാത്രം, ഇന്ന് ഈ യജ്ഞം ആരംഭിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് ശ്രീകണ്ഠൻ നായർ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ലഹരി മാഫിയയുടെ വേരറുക്കാൻ സർക്കാർ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്, അത് നടന്നിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായ യോജിപ്പുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ആ ഒരു സൗദ്ദേശത്തോടു കൂടിയിട്ടാണ് ശ്രീകണ്ഠൻ ഈ യാത്ര നടത്താൻ പോകുന്നത്. ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാർത്തകൾ വിളയുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ആ കേരളത്തിൽ പോസിറ്റീവ് ജേർണലിസത്തിൻ്റെ മുഖം പ്രദാനം ചെയ്യാൻ ശ്രീകണ്ഠൻ്റെ ഈ യാത്ര ഉപകരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ശ്രീകണ്ഠന് മാധ്യമ ചരിത്രത്തിൽ 2-3 കാരണത്താൽ ഇടം നൽകേണ്ടതുണ്ട്. ഒന്ന്, ഈ മാധ്യമരംഗത്തെ ഈ ടെലിവിഷൻ രംഗത്തെ താരങ്ങളെയെല്ലാം അവരെല്ലാം കോട്ടും സൂട്ടും അണിഞ്ഞിട്ട് ടൈയും കെട്ടിയിരിക്കുമ്പോൾ അവരെ മുണ്ടുടിപ്പിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകണ്ഠൻ നായരാണ്. ഇവിടെ ആഷ്മി താജ് ഇബ്രാഹിം ഇവിടെയുണ്ട്. ഈ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു അന്തസ്സ് പ്രദാനം ചെയ്ത ആൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, പട്ടിണിക്കാശിന് മാധ്യമപ്രവർത്തകർ പണിയെടുക്കണമെന്നുള്ളതിന് വിരാമം കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് അന്തസ്സായ പ്രതിഫലം കിട്ടേണ്ടവരാണെന്ന് ആദ്യം തെളിയിച്ചത് ശ്രീകണ്ഠൻ നായരാണ്. മലയാള മാധ്യമപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പണം ആദ്യം കിട്ടിയ മാധ്യമപ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരാണ്. നന്ദിയോടെ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എന്നും കടം ചോദിക്കുമായിരുന്നു. ഞാൻ കൊടുക്കത്തില്ല, കാര്യം വാങ്ങിച്ച കൊടുക്കുന്ന സ്വഭാവമില്ല. ഇല്ല, ശ്രീകണ്ഠൻ നായർ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് നടക്കുമ്പോൾ ജോജിയും പ്രശാന്തും സുനിലും എല്ലാം ഉണ്ട്. നടക്കുമ്പോഴത്തേക്ക് ഞങ്ങളോട് പറയുകയാണ്, ബാബുവിന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു 10 ലക്ഷം രൂപ ഞാൻ തരാം, കടമായിട്ടോ അല്ലാതെ ആയിട്ടാണെന്നുണ്ടെങ്കിലും തരാം എന്നാണ് ശ്രീകണ്ഠൻ പറഞ്ഞത്. ആ സമയത്ത് ശ്രീകണ്ഠനോട് ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഹനുമാനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകണ്ഠനിൽ നിന്നും അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാകാതിരിക്കാനുള്ളൊരവസ്ഥ എനിക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പക്ഷേ ശ്രീകണ്ഠൻ നായർക്ക് അന്ന് ഒരു 10 വർഷം മുമ്പാണ്. ഇപ്പോൾ ഈ തുകയുടെ നിലവാരം വളരെ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട്. കേരളത്തിലെ 10 കോടീശ്വരന്മാരെ എടുത്താൽ അതിലെ ഒന്നാമത്തെ കോടീശ്വരൻ ഞാൻ. ബാബു സംഭവം നിർത്തും. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമയത്തേക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം, മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഒരു VK നർമ്മം കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാൽ അതും ശ്രീകണ്ഠൻ നായരാണ്. VK ഒരിക്കൽ പറഞ്ഞു,
ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്നിട്ട് അദ്ദേഹം പാലക്കാട് താമസിക്കുകയാണ്. പാലക്കാട് താമസിക്കുമ്പോഴത്തേക്ക് തലേ ദിവസം പോയിട്ട് ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിനകത്ത് പറഞ്ഞു, ഈ അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ വലിയ താമസമൊന്നുമില്ലാതെ ഈ അച്ചടിച്ച പത്രങ്ങളെല്ലാം പൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചായപ്പീടികയും പലചരക്ക് കടയും കൂടി നടത്തുന്ന കടയിലെ ബോയിയാണ് ഇദ്ദേഹത്തിന് രാവിലെ ചായ കൊണ്ടു കൊടുത്തത്. ആ ചായ കുടിക്കുമ്പോൾ ഈ പയ്യൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. വി കെനോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുകയായിരുന്നു സാറേ, ഈ അച്ചടിച്ച പത്രം ഇല്ലാതായാൽ ഞങ്ങളുടെ കടയിലെ പഞ്ചസാരയും മുളകുമൊക്കെ എങ്ങനെ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റും? വി കെൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ ഫലിതം അതാണെന്നാണ്. അതുപോലെ നാട്ടുംപുറങ്ങളിലെ നർമ്മം, ഇപ്പം ഈ പറയുന്നതിനിടയിൽ തന്നെ ഓരോരുത്തരോടും ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അത് മറ്റൊരു മാധ്യമ പ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു അയൽപ്പക്ക സംസ്കാരം മാധ്യമ മേഖലയിൽ കൊണ്ടുവരുന്നതിന് പല മാധ്യമ പ്രവർത്തകരും കാര്യമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്കത്ത് എന്ത് നടക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടേക്ക് പോകുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നത് ഒരു അയൽപ്പക്ക സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര നടക്കുന്നത്. ഈ യാത്രയിലൂടെ സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും കൂടി ചേർന്നിട്ട് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളത് പ്രഖ്യാപിക്കുന്നതിനിടയാകട്ടെ. എല്ലാവിധ ശുഭ ആശംസകളും. താങ്ക് യു ആർ സുദർശന ബാബു. 14 ദിവസം എൻ്റെ കൂടെ നടക്കാൻ റെഡിയാണോ? ആ, സ്ഥലം വലിച്ചു മുഖം കറക്കുമെന്ന് വിചാരിച്ച് വെളുത്ത തുല്യല്ലേ?